ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പല്ലടിച്ചു കുഴിച്ച് കമ്പംമെട്ട് സിഐ ഷമീർ ഖാനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഷമീർ ഖാനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കമ്പംമെട്ട് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് സ്റ്റേഷന് മുമ്പിൽ പോലീസ് തടഞ്ഞു. വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു. അനീഷ്, ഓട്ടോറിക്ഷ തൊഴിലാളിയെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ സിഐ ഷമീർ ഖാനെതിരെ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഷമീർ ഖാനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കമ്പംമെട്ട് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. സമരം പുരോഗമിക്കുകയാണെന്നുള്ള വിശദാംശങ്ങൾ. നിതിൻ, കമ്പംമെട്ട് സിഐ ഓട്ടോറിക്ഷ ഡ്രൈവറെ അടിച്ച് പല്ലു കൊഴിച്ച സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം കനക്കുകയാണ്. കമ്പംമെട്ട് സിഐ ഷമീർ ഖാനെ സസ്പെൻഡ് ചെയ്യണം, വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ബിജെപിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ചും ധർണയും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പംമെട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഈ മാർച്ച് അല്പം മുമ്പ് പോലീസ് തടയുകയുണ്ടായി. ഈ മാർച്ചിലേക്ക് ഇവരെത്തിയതിന്റെ ആ ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായിട്ട് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. സാർ, എന്താണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് കടക്കുവാനുണ്ടായ ഒരു സാഹചര്യം? എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അല്ല, ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളിയെ ന്യൂ ഇയറിൽ പടക്കം പൊട്ടിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ മർദ്ദിക്കുക, അയാളെ അടിച്ചയാളുടെ പല്ല് പറിക്കുക, അല്ലെങ്കിൽ പല്ല് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസിന്റെ കാക്കിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ക്രിമിനലുകൾ, ആ ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ നിരവധിയായിട്ടുള്ള സംഭവം കേരളത്തിൽ ഉടനീളം, ഇവിടെ കമ്പംമെട്ടിലെ ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു സ്ത്രീ പരാതിയുമായി ചെന്ന ഒരു സ്ത്രീയെ അവിടുത്തെ SP ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്ന് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തതായി ബന്ധപ്പെട്ടുള്ള കേസുകൾ നൽകുകയാണ്. അപ്പൊ അതുപോലെ തന്നെ പത്തനംതിട്ട വിവാഹം കഴിഞ്ഞു പോയ ഒരു ദമ്പതികളെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ച് കൈയൊടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എന്താണ് കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിലെ പോലീസിനകത്തുള്ള ക്രിമിനലുകൾ അത് അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ അതിന് തടയിടണം. അതിന് തടയിടാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ ജനങ്ങൾ, നാട്ടുകാർ വഴിയിലിറക്കും, യുവാക്കൾ വഴിയിലിറക്കും. ആ ഒരു സാഹചര്യം ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഷമീർ ഖാനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മൾ? ഷമീർ ഖാനെ സസ്പെൻഡ് ചെയ്യണം. അന്വേഷണ വിധേയമായിട്ട് ഷമീർ ഖാനെ സസ്പെൻഡ് ചെയ്യണം. ഷമീർ ഖാൻ കാണിച്ചത് അങ്ങനത്തെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു ഇത്തരത്തില് ലോകത്ത് മുഴുവൻ ന്യൂ ഇയർ ആഘോഷിക്കുന്ന സമയത്ത് ആൾക്കാർ പടക്കം പൊട്ടിക്കും, ആൾക്കാർ ആഹ്ലാദം പങ്കുവെക്കും, ആൾക്കാർ വഴിയോരങ്ങളിൽ ഇറങ്ങും. ആ സമയത്ത് കാണുന്നവരെ എല്ലാം കൈകാര്യം ചെയ്യുക, അവരുടെ പല്ലടിച്ച് പറിക്കുക, അല്ലെ അവരെ മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ന്യായമാണ് അതിനകത്തുള്ളത്? ഏത് രാജ്യത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. നിതിൻ, അതെ, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് പുതുവത്സര ആഘോഷത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് നേരെ മർദ്ദിച്ചുവെന്നാണ് ഇപ്പോൾ ഈ പരാതി ഉയർന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ബിജെപിയുടെ ഉപരോധം കമ്പംമെട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്പുറത്തെ കവലയിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചായി എത്തി പ്രതിഷേധക്കാരെ പോലീസ് തടയുകയായിരുന്നു. ഇപ്പോഴെന്താണെങ്കിലും അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിതിൻ.